ലൈവിൽ അനുമോളെ കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു വരുത്തി പുകഴ്ത്തി പറയുന്നുണ്ട്. അനുമോളെ ഇന്നത്തെ ഹെയർ സ്റ്റൈലൊക്കെ നന്നായിട്ടുണ്ടല്ലോ, ഇന്ന് നല്ല ഹെയർ സ്റ്റൈൽ ആണല്ലോ എന്ന് ബിഗ് ബോസ് അനുവിൻ്റെ അടുത്ത് പറയുന്നു. ഇത് അനു കേട്ടിട്ടാണെങ്കിൽ അനുവിനങ്ങ് സന്തോഷം കൊണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കൺഫഷൻ റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പോലും ചിരി നിർത്താൻ പറ്റുന്നില്ല. അനുവിനെ ശരിക്കും ഒരു ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതിനു മുൻപേ ആണ് ബിഗ് ബോസ് ഈ കാര്യം പറഞ്ഞത്. എന്താണ് ബിഗ് ബോസിന് ചെറിയൊരു ക്രഷ് അടിച്ചോ? എന്തായാലും ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോള് കൺഫഷൻ റൂമിലേക്ക് ചെല്ലുന്നത്. ക്യാപ്റ്റൻസി ടാസ്ക്കാണ് ലൈവിൽ ഉടൻ തന്നെ നടക്കാൻ പോകുന്നത്. ഗാർഡൻ ഏരിയയിലാണ് ഈ ഒരു ടാസ്ക് നടക്കുന്നത്. അക്ബറും ആര്യനും ബിന്നിയുമാണ് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുന്നത്. ഗാർഡൻ ഏരിയയിൽ 3 ക്യാപ്റ്റൻ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡുണ്ട്. എഴുതിയിട്ടില്ല, ആ ക്യാപ്റ്റൻ എന്ന അക്ഷരങ്ങൾ അവിടെ അക്ഷരം എടുത്ത് അവർ ഫില്ല് ചെയ്ത് ഒട്ടിച്ച് വെക്കണം. 3 പേർക്കും ക്യാപ്റ്റൻ എന്ന് എഴുതിയ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരാണോ ക്യാപ്റ്റൻ എന്ന് ആദ്യം അക്ഷരങ്ങളെല്ലാം ക്യാപ്റ്റൻ എന്ന് എഴുതിയ ആ ഒരു ബോർഡിൽ ഒട്ടിച്ച് വെക്കുന്നത് അവരായിരിക്കും ക്യാപ്റ്റൻ ആകുന്നത്. പക്ഷേ 3 പേർക്കും അത് ഒട്ടിക്കാൻ കഴിയില്ല. കാരണം ഈ ക്യാപ്റ്റൻ എന്ന് എഴുതിയിരിക്കുന്ന 3 പേർക്കും എഴുതാൻ വേണ്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ്റെ അവസാനത്തെ ലെറ്ററായ N മാത്രം ഒരെണ്ണമേ ഉള്ളൂ. ബാക്കി 3 പേർക്കും ക്യാപ്റ്റൻ എന്ന് എഴുതാനുള്ള എല്ലാ അക്ഷരങ്ങളും ഉണ്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ N ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും അവസാനം N ആരാണോ എടുത്ത് ഫില്ല് ചെയ്ത് ക്യാപ്റ്റൻ എന്ന ആ ഒരു വാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് വെക്കുന്നത് അവരാണ് ക്യാപ്റ്റൻ ആകുന്നത്. എന്തായാലും ടാസ്ക് ഉടൻ തന്നെ ആരംഭിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഉടൻ തന്നെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി കയറുന്നതായിരിക്കും. അവർ കയറുമ്പോഴും നമ്മൾ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.